പെഗാസസ് കമ്പനിക്ക് വേണ്ടിയാണ് തദ്ദേശ ചട്ട ഭേദഗതിയെന്ന് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറയുകയാണ്. ഇത് പഞ്ചായത്തുകളോടുള്ള വെല്ലുവിളിയാണ്. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇതിനെ നേരിടുമെന്നും രേവതി ബാബു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ബിൽഡിംഗ് കെട്ടുന്നതിന് പഞ്ചായത്തിൻ്റെ അനുമതി വേണ്ട, നിലം നികത്തുന്നതിന് വേണ്ട, റോഡ് ഇടുന്നതിന് വേണ്ട, ലൈസൻസ് വേണ്ട. നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ 3 വർഷത്തിനകത്ത് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്താൽ മതിയെന്ന്. ഇപ്പം അതുപോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിയമ ഭേദഗതി ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പഞ്ചായത്തുകളോടുള്ള ഒരു വെല്ലുവിളിയാണ്. കാരണം ഈ ബ്രൂവറിക്ക് വേണ്ടി ഇത്തരം ഒരു നിയമ ഭേദഗതി ചെയ്യാൻ ഗവൺമെൻറ് നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത്. അത് ഇവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജനങ്ങൾ കടുത്ത ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ അതിനെ മറികടക്കാൻ വേറെന്താണ് ഒരു വഴി എന്നുള്ളത് കണ്ടെത്തി ഗവൺമെൻറ് അത്തരം ഒരു നീക്കത്തിലേക്ക് പോവുകയാണ്. ഇത് ശരിക്കും അധികാര വികേന്ദ്രീകരണമല്ല, അധികാര കേന്ദ്രീകരണമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ നിയമത്തിൽ പോലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ കമ്പനിയെ സഹായിക്കാൻ മന്ത്രിസഭ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും തീരുമാനിക്കണമെന്ന് പറയണത്. ഇത് ശരിക്ക് അവർക്ക് വേണ്ടി അവരുടെ വക്താവായിട്ടാണല്ലോ ഇത്രയും നാള് മന്ത്രിമാർ സംസാരിച്ചുകൊണ്ടിരുന്നത്. കമ്പനിക്ക് വേണ്ടി മറ്റേ അഹല്യയിൽ പോയിട്ട് മഴവെള്ള റീചാർജ് സിസ്റ്റം നോക്കാൻ പോയത് മന്ത്രിയല്ലേ നോക്കാൻ പോയത്? അപ്പോൾ കമ്പനിക്ക് വേണ്ടി മന്ത്രി ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനെന്തോ ഒരു കടപ്പാടുണ്ടല്ലോ. ആ കടപ്പാട് കൊണ്ടാണല്ലോ മന്ത്രി ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നേരിടും. എന്താണ് ഇവിടെ കോടതി നിയമമൊക്കെ ഇല്ലേ? സുപ്രീം കോടതി വരെ പോയാലും ശരി, ഇതിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് ഉറച്ചു പറയുകയാണ് ഞാൻ.